നിങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കുന്നെങ്കിൽ സഫലതയുടെ, വിശാലതയുടെ വാതിലുകൾ ദൈവം നിങ്ങൾക്കായി തുറന്നു തരും. ഒന്ന്, സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ വചനം പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നതും യോഹന്നാൻ കണ്ടു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലത്തിൻ്റെ നടുവിൽ വലിയതും സഫലവുമായ വാതിൽ പൗലോസ് അപ്പോസ്തലന് വേണ്ടി യേശു കർത്താവ് തുറന്നു. 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്നാൽ ഞാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറേ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി ഒരു വാതിൽ തുറന്നു കിട്ടി. കർത്താവിൻ്റെ പ്രവൃത്തിക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു. ഈ മെസ്സേജ് കാണുമ്പോൾ നിങ്ങളൊരു ശുശ്രൂഷകനായിരിക്കാം, ഒരു സുവിശേഷകനായിരിക്കാം, ഒരു സുവിശേഷകയായിരിക്കാം, ഒരു കർത്തൃദാസനായിരിക്കാം. നിങ്ങൾ ആത്മാക്കളുടെ വിടുതലിനും സൗഖ്യത്തിനും ദേശത്തിൻ്റെ രൂപാന്തരത്തിനുമായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം. സുവിശേഷത്തിൻ്റെ വാതിൽ, ദൈവപ്രവൃത്തിക്കായുള്ള ഒരു വാതിൽ നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറക്കട്ടെ. ദൈവപ്രവൃത്തിയുടെ ഡോറ് നിങ്ങളുടെ ലൈഫിൻ്റെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം ഓപ്പൺ ആക്കട്ടെ.